എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ അഞ്ജലി സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ശ്രുതിയാണ് ഒരു പെൺകുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അത് ശ്യാമിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരു നാടകം കളിച്ചതെന്ന് ശ്രുതി തന്നെ അഞ്ജലിയോട് തുറന്നു പറയുവാണ്. ശ്രുതിയുടെ കൂടെ അശ്വിനും ആകാശും പ്രീതിയും ചേർന്നാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ശ്രുതി അഞ്ജലിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന അഞ്ജലി വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. മോഹനൻ എല്ലാവരോടായി പറയുന്നുണ്ട്, നിങ്ങളിനി എന്തൊക്കെ നന്മയുടെ പുറത്താണ് ഇങ്ങനൊരു കാര്യം ചെയ്തെങ്കിലും അതൊട്ടും ശരിയായില്ല. ശ്യാമിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ സമാധാനം പറയുമായിരുന്നോ? നിങ്ങൾ എന്തായാലും ചെയ്തത് ഒട്ടും ശരിയായില്ല. അഞ്ജലിയും പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ശ്രുതി, നീ അടക്കം എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? ചേച്ചി, ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയിട്ടല്ല ഞങ്ങൾ ഇത് ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശ്യാമേട്ടൻ്റെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞതാ. അതുകൊണ്ടാ ഈ രീതിക്കൊക്കെ ഞങ്ങൾ ചെയ്തത്. ഇതൊട്ടും ശരിയായില്ല എന്ന് അഞ്ജലി പറയുന്നു. എന്നാ അഞ്ജലിയോട് മാപ്പ് ചോദിക്കാനായിട്ട് അശ്വിൻ വരുന്നുണ്ട്. ചേച്ചി, ചേച്ചി എന്നോട് ക്ഷമിക്കുക. ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്. ചേച്ചിക്ക് എന്തെങ്കിലും ദോഷമാവുന്ന രീതിയിൽ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുണ്ടോ? ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളെല്ലാവരും ചേച്ചിയോട് ഒരുപോലെ മാപ്പ് ചോദിക്കുക. ഏത്തുവിട്ട് മാപ്പ് ചോദിക്കാം. ചേച്ചി ഇനി ഞങ്ങളോട് പൊറുക്കുന്നത് വരെ ഞങ്ങൾ ഇതുപോലെ ഏത്തിടാം. ചേച്ചി ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറ ചേച്ചി. അങ്ങനെ വീണ്ടും വീണ്ടും എല്ലാവരും മാപ്പ് ചോദിക്കുക. അങ്ങനെ ശ്യാം പറയുന്നുണ്ട്, ഓ വല്ലാത്ത സ്നേഹം, ഈ ചേച്ചിയോടുള്ള സ്നേഹം എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ശ്യാം ഇങ്ങനെ പറയുന്നു. നിങ്ങൾ എൻ്റെ അടുത്തല്ല മാപ്പ് ചോദിക്കേണ്ടത്, ശ്യാമേട്ടൻ്റെ അടുത്താ. ശ്യാമേട്ടൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? പാവ എൻ്റെ ശ്യാമേട്ടൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ശ്യാമേട്ടൻ സ്വപ്നത്തെ പോലും കരുതി കാണില്ല. എൻ്റെ ശ്യാമേട്ടനെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നേ? ശ്യാമേട്ടനോട് ആദ്യം നിങ്ങൾ മാപ്പ് ചോദിക്കേ എന്ന് അഞ്ജലി എല്ലാവരോടും പറയുന്നു. അതിനെന്താ ചേച്ചി, ഞങ്ങൾ ശ്യാമേട്ടനോട് മാപ്പ് ചോദിച്ചോളാം. ശ്യാമേട്ടൻ പുറത്തോട്ട് വാ, ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് മാപ്പ് പറയാനുണ്ട് എന്നും പറഞ്ഞ് ശ്യാമിനെ കൂട്ടി അശ്വിനും ആകാശും ശ്രുതിയും പ്രീതിയും പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തു കൊണ്ടുപോയി ശ്യാമിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അശ്വിൻ. ശ്യാമേട്ടന് ഞങ്ങളോടൊക്കെ ദേഷ്യമുണ്ടോ? ശ്യാമേട്ടൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ചെറിയൊരു നാടകമല്ലേ ഇത്? എന്തിനാ ശ്യാമേട്ടൻ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നേ? ഞങ്ങളോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. ശ്യാമേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കാം. നിങ്ങളെന്തിനാ മാപ്പൊക്കെ ചോദിക്കുന്നേ? അതൊന്നും സാരമില്ല. ഞാൻ ആദ്യം നിങ്ങളാണ് ഇതിൻ്റെ പുറകിലെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ദേഷ്യം ഉണ്ടായിരുന്നെന്നുള്ളതൊക്കെ ശരിയാ. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്തായാലും എൻ്റെ അടുത്ത് മാപ്പൊന്നും ചോദിക്കണ്ട. ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശ്യാമേട്ടനോട് ആരാ മാപ്പ് പറയുന്നേ? ഏട്ടൻ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞതാണെന്ന് കരുതിയോ? ആരാ നിങ്ങളോടൊക്കെ മാപ്പ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ തനി സ്വരൂപം ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് പിടികിട്ടിയത്. നിങ്ങളൊരു ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ മറച്ചു വെച്ച അക്കാര്യം ഒന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. അതെന്തായാലും നടന്നു. അങ്ങനെ ശ്യാം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഇവരെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇനി എന്തായാലും എൻ്റെ തനി സ്വരൂപം അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം. ആഹാ, അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടാണ് അല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഭാഗത്ത് നിന്നിട്ടാ എന്നെ ടോർച്ചർ ചെയ്തിരുന്ന്. ഇപ്പം പിന്നെ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ടാണല്ലോ എന്നോട് പൊരുതുന്നത്. അതേടോ, അങ്ങനെ തന്നെയാ. തൻ്റെ എല്ലാ വൃത്തികേടുകളും അഞ്ജലി ചേച്ചിയുടെ മുൻപിൽ ഞങ്ങൾ തുറന്നു കാണിക്കും. എന്നാ നിങ്ങളങ്ങ് തുറന്നു കാണിക്ക്. നിങ്ങൾക്ക് എനിക്കെതിരെ ഒരു തെളിവുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ. അഞ്ജലിയുടെ മുൻപിൽ എനിക്കെതിരെ നിങ്ങൾക്കൊരു തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവാനും പോകുന്നില്ല. നിങ്ങളല്ല, ആരൊക്കെ വിചാരിച്ചാലും എനിക്കെതിരെ ഒരു തെളിവുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. എടോ, താൻ എന്താ കരുതിയത്? നിന്നെ പോലുള്ള ചതിയന്മാർക്ക് ഇങ്ങനെ നിലനിന്ന് പോകാൻ പറ്റുമെങ്കിലേ ഞങ്ങളെപ്പോലെ സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് നിനക്കെതിരെ തെളിവ് കണ്ടെത്താനേ ഒരു പ്രയാസവുമില്ല. നിനക്കെതിരെയുള്ള തെളിവ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. എന്നിട്ട് അഞ്ജലി ചേച്ചിയുടെ മുൻപിൽ അതെല്ലാം തുറന്ന് കാണിക്കുകയും ചെയ്യും. അതുവരെ നിനക്കിവിടെ അഞ്ജലി ചേച്ചിയുടെ ഭർത്താവായിട്ട് തുടരാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ജയിലില്ല നിന്റെ പിന്നീടുള്ള സഹവാസം. പിന്നെ നിങ്ങൾ എന്നെ അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട. അഞ്ജലി എന്നെ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, അഞ്ജലിയുടെ ഭർത്താവായിട്ട്. നിങ്ങളെന്താ കരുതിയത്? അഞ്ജലി പ്രസവം കഴിഞ്ഞ് അഞ്ജലിയുടെ കുഞ്ഞുമായിട്ട് എന്നെ അങ്ങ് തള്ളി പറയുമെന്നോ? ഒരിക്കലും തള്ളി പറയില്ല. ഇനി നീയല്ല, ഇവനല്ല, ആര് വന്ന് പറഞ്ഞാലും അഞ്ജലി എന്നെ തള്ളി പറയാനൊന്നും പോകുന്നില്ല. അഞ്ജലിയുടെ ഭർത്താവായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ തുടരും. നമുക്ക് കാണാം. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു യുദ്ധത്തിന് തീരെ താല്പര്യമില്ല. ഞാനും എൻ്റെ അഞ്ജലിയും കുഞ്ഞുമായിട്ട് നല്ല സമാധാനത്തോടു കൂടി ജീവിച്ചോളാം. അങ്ങനെ എൻ്റെ ചേച്ചിയെ പറ്റിച്ച്
നീ എൻ്റെ ചേച്ചിയുടെ കൂടെ ജീവിക്കില്ല. അഞ്ജലി ചേച്ചിയോട് സത്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും. അതിനുള്ള തെളിവ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാ അതൊന്ന് കാണണമല്ലോ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ നിങ്ങൾ അങ്ങ് ചെയ്യ എന്നും പറഞ്ഞ് ശ്യാം അവിടുന്ന് മാസമായിട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ്റെ അടുത്ത്, ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ കോൺഫിഡൻസിന് ഒരു കുറവുമില്ലല്ലോ. അവൻ അധിക നാളൊന്നും ഇവിടെ തുടരാൻ പറ്റില്ല. എൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും അവനിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തിരിക്കും എന്ന് അശ്വിനും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മനോരമയെയും ശ്യാമിനെയും ആയിരിക്കും. മനോരമ ശ്യാമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ശ്യാമേ, എന്നാലും നിന്റെ ഈ കള്ളക്കളിയൊക്കെ അവളുമാരും അവന്മാരും ചേർന്ന് പൊളിച്ചടുക്കിയല്ലോ. ദേ ആൻറ്റി, അല്ലെങ്കിലേ ഞാൻ ആകെ ദേഷ്യത്തിൽ നിൽക്കുക. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എടാ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും നീ തന്നെയാ ജയിച്ചത്. അവര് നിന്റെ എല്ലാ തനി സ്വരൂപവും പുറത്തു കൊണ്ടുവരാൻ നോക്കിയതല്ലേ. അത് നടന്നില്ലല്ലോ. എന്തായാലും ആൻറ്റി, ഇവരുമാരെ ഇങ്ങനെ വിട്ടാലേ ശരിയാവില്ല. 4 എണ്ണത്തിനെയും 4 വഴിക്കാക്കണം. 4 എണ്ണത്തെയും തെറ്റിച്ച് ഓരോ വഴിക്കാക്കിയാലേ എനിക്കിനി സമാധാനം ഉണ്ടാവൂ എന്ന് മനോരമയോട് ശ്യാം പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം അശ്വിൻ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ശ്യാം അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, എന്താളിയാ, വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഫോണിലൂടെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ തനിക്ക്? എടാ, നീ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട. എനിക്ക് തന്നോട് സംസാരിക്കാനും താല്പര്യമില്ല. ഒന്ന് പോകുന്നുണ്ടോ? അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. എനിക്കെതിരെ എന്തൊക്കെയോ തെളിവുണ്ടാക്കുന്നല്ലേ പറഞ്ഞത്. എനിക്കെതിരെയുള്ള തെളിവ് എവിടെ? അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. തെളിവൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നീ ഒന്ന് പോകുന്നുണ്ടോ? അങ്ങനെ പോവാനേ എനിക്ക് പറ്റില്ല. നിന്നോട് 4 പറയാൻ തന്നെയാ ഞാൻ വന്നത്. നീ കാരണ എൻ്റെ ശ്രുതിയെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ ജീവിതത്തിലോട്ട് നീ വന്ന മുതലാ എനിക്ക് ശ്രുതിയെ എന്നേക്കുമായിട്ട് നഷ്ടമായത്. എന്നിട്ട് നീ അവളുടെ കഴുത്തിൽ താലിയും കെട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട. ഞാനതിന് വിടില്ല. നീ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടിയതാണോ ഇത്ര വലിയ തെറ്റ്? അതേടാ, എൻ്റെ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടിയത് വലിയ തെറ്റ് തന്നെയാ. എടാ, നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും കുത്തുമൊക്കെ ചെയ്യാണ്. ആ സമയത്തായിരിക്കും അഞ്ജലി ശ്യാമേട്ട എന്നും വിളിച്ച് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് രണ്ടുപേരും നല്ല ഡീസൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ശ്യാമേട്ടാ? ശ്യാമേട്ടൻ്റെ മുഖത്ത് എന്തോ സങ്കടം പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല ചേച്ചി, ഞാൻ ശ്യാമേട്ടനോട് ഇന്നലെ നടന്ന കാര്യത്തിന് മാപ്പ് ചോദിക്കുകയായിരുന്നു. ആ അതെ അഞ്ജലി, ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. കുഞ്ഞാ, ശ്യാമേട്ടന് ഇന്നലെ നേരം പോലെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങളൊക്കെ ചേർന്നിട്ട് ശ്യാമേട്ടനെ എങ്ങനെയൊന്നും ഉപദ്രവിക്കല്ലേ. ശ്യാമേട്ടന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ശ്യാമേട്ടൻ ഇവിടെ നിൽക്കുന്നത് നമ്മളെല്ലാവരെയും ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഞാനും ശ്യാമേട്ടനും ഇവിടുന്ന് എന്നേ പോയേനെ. നിങ്ങളെയൊക്കെ സ്വന്തം പോലെയാ ശ്യാമേട്ടൻ കണ്ടിരിക്കുന്നത്. നീ ഇനി എത്ര മാപ്പ് ചോദിച്ചാലും അതൊന്നും ഏറിപ്പോവില്ല. കുഞ്ഞാ, നീ എന്തായാലും ശ്യാമേട്ടനോട് സംസാരിച്ച് ഇനി രണ്ടുപേരും നല്ല സ്നേഹത്തോട് മുന്നോട്ട് പോകാൻ നോക്ക് എന്നൊക്കെ അഞ്ജലി പറയുന്നു. അല്ല, അഞ്ജലി എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അത് ശ്യാമേട്ടൻ്റെ ഫോൺ കുറേ നേരമായി അടിക്കുന്നു. ശ്യാമേട്ടനെ കാണാത്തോണ്ട് ഞാൻ കൊണ്ടുതരാൻ വേണ്ടി വന്നതാ. ഇത് ശ്യാമേട്ടാ. അങ്ങനെ ഫോണ് കൊടുത്തിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട്. കണ്ടോടാ, ഞാൻ എന്തു പറഞ്ഞാലും നിന്റെ പെങ്ങള് അതേപോലെ വിശ്വസിക്കും. എന്നെ തള്ളിപ്പറയാന് ഒരിക്കലും അവളെ കൊണ്ട് സാധിക്കില്ലടാ. എന്തായാലും നീ കണ്ടുപിടിക്ക്. എനിക്കെതിരെയുള്ള തെളിവ് എങ്ങനെയാ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നു. എന്നാ അശ്വിൻ ഇതൊക്കെ കേട്ട് വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. തൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതിന് വല്ലാത്ത ദേഷ്യത്തില് അശ്വിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.